A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഫെബ്രുവരിയിൽ നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഇറ്റ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആർ നോൺ ആസ്. അന്തിമ ഉപഭോക്താക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കൺസ്യൂമർ ഗുഡ്, ഉപഭോഗ വസ്തുക്കൾ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ് എന്ന് അറിയപ്പെടുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ഫാം കനോട്ട് വേരി ഓൾ ഇറ്റ്സ് ഇൻപുട്ട് ഇൻ ദെയർ പ്രൊഡക്ഷൻ പ്രോസസ്. ഇഫ് സോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എല്ലാ ഇൻപുട്ടിനെയും വേരി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നു. ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം എന്ന് അറിയപ്പെടുന്നു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ: ദ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് അസംസ്കൃത വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത്: ദ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, പൂർണ്ണ ഇലാസ്റ്റികം ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. പ്രോബ്ലം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ദൗർലഭ്യം. വിഭവങ്ങളുടെ ദൗർലഭ്യം ഉണ്ടാകുമ്പോഴാണ് ചോയ്സ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ ഇക്വേഷൻ P1x1 പ്ലസ് P2x2 ഈക്വൽ M, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ്. അതായത് നമുക്കറിയാം, ഒരു ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1x1 പ്ലസ് P2x2 ഈക്വൽ M ആണ്. അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്? സ്ലോപ്പ് ഇങ്ങനെയാണ്, -P1/P2 ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: ദ അഫെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഈസ്. അതായത് ഇന്ത്യയിലെ അഫെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ആനുവൽ ഫങ്ഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് നോൺ ആസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാർക്കറ്റ് ഇൻ വിച്ച് നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ് ഫോർ വൺ അനദർ. അതായത് നാഷണൽ കറൻസി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ 2023 മാർച്ചിലെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഗുഡ് ദാറ്റ് ഈസ് നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ ഈസ് നോൺ ആസ് പബ്ലിക് ഗുഡ്. അതായത് നോൺ റൈവലാണ്, അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആയിട്ടുള്ള ഗുഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? പബ്ലിക് ഗുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ലൈസ് ബിറ്റ്വീൻ. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം MPCയുടെ വാല്യൂ എങ്ങനെയാണ്? 0 and 1. 0 to 1 ആണ് MPCയുടെ വാല്യൂ വരുന്നത്. അതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ച് എക്സാമിന് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രോബ്ലം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിൻ്റ് ഓഫ് ദ ഫേം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് പൂർണ്ണ കമ്പോളത്തിൻ്റെ ഷോർട്ട് റണ്ണിലെ ഷട്ട് ഡൗൺ പോയിൻ്റ് ഏതാണ്? പ്രൈസ് ഈക്വൽ AVC. പ്രൈസും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിൻ്റാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ് ദ മണി സപ്ലൈ ഇൻ ഇന്ത്യ
ഇന്ത്യയിലെ മണി സപ്ലൈയെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? RBI ആണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് കൺസ്യൂമർ ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്. കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ തരംതാണ വസ്തുവിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ്? ഡിക്രീസ് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സാമിന് ചോദിക്കുന്നു, ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. GDP ഡിഫ്ലേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ് ഈസ് മോർ ദാൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ് ദാൻ ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എങ്ങനെയായിരിക്കും? സർപ്ലസ് ആയിരിക്കും. സർപ്ലസ് ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഡ്യൂ ടു. എങ്ങനെയാണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് യു ഷേപ്പാണ്. ദ യു ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഡ്യൂ ടു. അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് യു ഷേപ്പാണ്. അതെന്തുകൊണ്ടാണ്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഔട്ട്പുട്ട് ഈസ് 0 ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി. ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക. ദെൻ അടുത്തത് 2023 ജൂണിലെ ഇംപ്രൂവ്മെൻറ്റ് സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഫെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. അഫെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് RBI. ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രോഫിറ്റ്, ലാഭം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ഒരു 2-3 ഗുഡ് തന്നിട്ടുണ്ട്. ബ്രെഡ് തന്നിട്ടുണ്ട്, വീറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ടെലിവിഷൻ തന്നിട്ടുണ്ട്, കാർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിന് പിന്നെയും ഉപയോഗിക്കുന്ന വസ്തുവാണ് അല്ലേ? അത് ഇതിനകത്ത് എക്സാമ്പിളിലുള്ളത് വീറ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? നാഷണൽ ഇൻകം, ലോ ഓഫ് ഡിമാൻഡ്, യൂട്ടിലിറ്റി, പ്രൈസ് ഇഫക്റ്റ്. നമുക്കറിയാം മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇക്കോണമി ആസ് എ വോൾ, ഇക്കോണമിയെ മൊത്തത്തിലുള്ള പഠനമാണ്. അതിവിടെ പറയുന്നതിൽ നാഷണൽ ഇൻകമാണ്. ദെൻ അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, Z star equal C bar plus CY. In this equation C bar indicate. ഈ ഇക്വേഷനിൽ സി ബാർ എന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഓട്ടോണമസ് കൺസംഷൻ. അതായത് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി ബാർ പ്ലസ് CY ആണ്. അത് നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിലും കൺസംഷൻ ഉണ്ടായിരിക്കും. അതാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അത് സി ബാർ ആണ്. ദെൻ അടുത്തതാണ് 6th ക്വസ്റ്റ്യൻ, വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തുവിന് ഒരു ഉപഭോക്താവിൻ്റെ ആഗ്രഹത്തെ സഫലീകരിക്കാനുള്ള കഴിവ്, അതിനേത് പേരിൽ അറിയപ്പെടുന്നു? യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ. അതായത് ഒരു കറൻസി അടുത്ത കറൻസിൻ്റെ ടേംസിൽ അതിൻ്റെ പ്രൈസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന പേരിലാണ്, വിനിമയ നിരക്ക് എന്ന പേരിലാണ്. അടുത്തത്, ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഈസ്. ഒരു യൂണിറ്റിന് വരുന്ന ഒരു യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഒരു ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊഡക്റ്റ് എത്രയാണ്? ഇതാണ് ആവറേജ് പ്രൊഡക്റ്റാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ്. ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അറിയപ്പെടുന്നത്? റവന്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TFC പ്ലസ് TVC. TFCയും TVCയും കൂടുന്നത് എന്താണ്? TC ആണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇതിപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 മാർച്ചിലെ ഫെബ്രുവരിയിലെ മോഡൽ എക്സാം, അതുപോലെ തന്നെ സേ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി 3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അത് മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്.
അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയപ്പെടുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. അടുത്തത് സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഓട്ടോമൊബൈലിന് വേണ്ടിയിട്ട്, ഓട്ടോമൊബൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഷീറ്റ് ഉപയോഗിക്കുന്നു. അതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഇൻ്റർമീഡിയറ്റ് വുഡിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് ജെ.എം. കെയ്ൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ജെ.എം. കെയ്ൻസ് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന? മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേം ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം പ്രോഫിറ്റാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രദ്ധിക്കുക. ദെൻ ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ കറൻസി. അതും നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു കറൻസി അടുത്ത കറൻസിക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന അറിയപ്പെടുന്നത് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി. ഒരു ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഒരു യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ വരുന്ന അഡീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് GDP പ്ലസ് NFIA, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അറിയപ്പെടുന്നത് ഏതാണ്? GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിലെ പ്രൈസ് ഇലാസ്റ്റിറ്റി എത്രയാണ്? 1 ആയിരിക്കും. ED = 1 ആയിരിക്കും. ഓക്കെ. 2022 ജൂലൈയിലെ സെയിം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഏതാണ്? P1x1 പ്ലസ് P2x2 = M എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേക്സ് ദ ഷേപ്പ് ഓഫ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് ഉള്ളത് ഏത് കർവാണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവാണ്. നമുക്കറിയാം AFC കർവാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൈസ് ടേക്കേഴ്സ്, വില സ്വീകരിക്കുന്നവൻ എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ ഇക്കണോമിക്സ്? മോഡേൺ മാക്രോ ഇക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, J.M. കെയ്ൻസ്. J.M. കെയ്ൻസ് ആണ് മോഡേൺ മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ? ഏതാണ് സ്റ്റോക്ക് വേരിയബിളായിട്ട് അറിയപ്പെടുന്നത്? മണി സപ്ലൈ. മണി സപ്ലൈ ആണ് സ്റ്റോക്ക് വേരിയബിൾ. ദ ടേം ഡിവാലുവേഷൻ ഓഫ് കറൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഡിവാലുവേഷൻ എന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്നുള്ള വാല്യൂ കാണിക്കുന്നത് ഏതാണ്? EP = 0 ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് EP = 0. ദെൻ നെക്സ്റ്റ്, ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വിത്ത് എ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇക്വലിബ്രിയം പ്രൈസ് വിൽ ബി ഈക്വൽ ടു മിനിമം AC. മിനിമം ACക്ക് ഈക്വൽ ആയിരിക്കണം. ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. GDPയുടെ കൂടെ NFIA ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ്. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള ബുക്ക് ആരുടേതാണ്? J.M. കെയ്ൻസിൻ്റേതാണ്. പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ ബ്രേക്ക് ഇവൺ പോയിൻറ്റ് ദ ഫേം ഫേസസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് ആണ് ബ്രേക്ക് ഇവൺ പോയിൻറ്റിൽ ഒരു ഫേം ഫേസ് ചെയ്യുന്നത്. ദെൻ
ദ വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. ഒരു വസ്തുവിന് ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള കഴിവ്, അതിനെയാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത എന്ന് പറയുക. ദെൻ അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. ഏതാണ് സ്റ്റോക്ക് വേരിയബിൾ? വെൽത്ത് ആണ് സ്റ്റോക്ക് വേരിയബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ട്രേഡ് ഇൻ ഗുഡ്സ്, കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. ദ മാർക്കറ്റ് വിത്ത് എ ഫ്യൂ സെല്ലേഴ്സ് ഈസ് നോൺ ആസ് ഒളിഗോപ്പൊളി. ഫ്യൂ സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒളിഗോപ്പൊളി എന്ന് അറിയപ്പെടുന്നു. ദെൻ ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ദ ഫോളോയിങ് ഡിമാൻഡ് കർവ് ഈസ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഏതാണ്? ED = 0 ആണ്. ഇൻഇലാസ്റ്റിക് ആണ് അല്ലേ, അവിടെ 0 ആയിരിക്കും. ഇലാസ്റ്റിറ്റി 0 ആണ്. ദെൻ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വിത്ത് ഫ്രീ എൻട്രി ആൻഡ്, അതായത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ദ ഇക്വലിബ്രിയം = മിനിമം AC. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ്, അതുപോലെ ഇതിന് മുമ്പ് പറഞ്ഞതും അതേ ക്വസ്റ്റ്യനാണ്. ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ദ ഫോളോയിങ് ഡിമാൻഡ് കർവ് ഈസ് ED = 0. അതായത് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ y ആക്സിസിന് സമാന്തരമാണ്. അത് എന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ദെൻ ദ റേഷ്യോ ഓഫ് ദ നോമിനൽ GDP ടു റിയൽ GDP എന്നറിയപ്പെടുന്നത് ഏതാണ്? GDP ഡിഫ്ലേറ്റർ ആണ്. റേഷ്യോ ഓഫ് നോമിനൽ GDP ആൻഡ് റിയൽ GDP ഡിഫ്ലേറ്റർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ മാർച്ച് 2021 2021 മാർച്ചിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്? ആദം സ്മിത്ത്. ഫൗണ്ടിങ് ഫാദർ എന്നറിയപ്പെടുന്നത്, മോഡേൺ ഇക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദർ എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. മാക്രോ ഇക്കണോമിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെന്നാണ് പറഞ്ഞത്? JM കെയ്ൻസ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അടുത്തത്, പ്രോബ്ലം ഓഫ് ചോയ്സ് റൈസസ് ഔട്ട് ഓഫ്. പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് വരുന്നതിൻ്റെ കാരണം എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ദൗർലഭ്യമാണ്. വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് കമ്മോഡിറ്റീസ് നോൺ ആസ് യൂട്ടിലിറ്റി. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ആവറേജ് റവന്യൂ. ഒരു യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റവന്യൂ, അതാണ് ആവറേജ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ നമ്പർ, അതാണ് ആവറേജ് റവന്യൂ. ദെൻ സപ്ലൈ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിമാൻഡ് ഡിക്ലൈൻസ്, ദി ഇക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസസ്. സപ്ലൈ കോൺസ്റ്റൻ്റ് ആണ്, ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയായിരിക്കും? ഡിക്രീസ് ചെയ്യും. ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് മെൻഷൻ ദ കൺസെപ്റ്റ് ഓഫ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എന്താണ്? C/Y ആണ്. കൺസംഷൻ ബൈ ഇൻകം ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ടു സെക്ടർ ഇക്കോണമി ഇൻക്ലൂഡ്സ്. ടു സെക്ടർ ഇക്കോണമി എന്ന് പറയുന്നത് ഏത് ഉൾപ്പെടുന്നതാണ്? ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. രണ്ട് സെക്ടർ മാത്രമേ ഉള്ളത്, ഫേംസും ഹൗസ് ഹോൾഡും. ഗാർഹിക മേഖലയും അതുപോലെ തന്നെ എന്താണ്, ഉൽപ്പാദന മേഖലയും മാത്രമാണ് ടു സെക്ടർ മോഡലിൽ വരുന്നത്. ദ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ആർ ഓൺലി ടു സെല്ലേഴ്സ് ഈസ് നോൺ ആസ്. ടു സെല്ലർ ഉള്ളത് ഏതാണ്? ഡിയോപ്പൊളിയാണ്. ടു സെല്ലർ ഉള്ളത് മൊണോപ്പൊളിയാണ്. എന്ത്? ഒരു സെല്ലർ ഉള്ളത്, വൺ സെല്ലർ ഉള്ളത് മൊണോപ്പൊളി, ടു സെല്ലർ ഉള്ളത് ഡിയോപ്പൊളിയാണ് കേട്ടോ. ദെൻ അടുത്തത്, വാട്ട് ഡസ് എ പോയിൻറ്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ റെപ്രസെൻറ്റ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഇൻസൈഡിലെ പോയിൻ്റ് എന്താ അറിയപ്പെടും? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ക്യാപിറ്റൽ റെസീവ്സ് ഫ്രം ദ ഫോളോയിങ്. ക്യാപിറ്റൽ റെസീപ്സിൽ വരുന്നത് ഏതാണ്? സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ സെയിലാണ് ഇതിൽ വരുന്നത്, ക്യാപിറ്റൽ റെസീപ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 2021 മാർച്ചിലെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ആർ പ്ലാൻ. ആരാണ്? ഗവൺമെൻറ് ആണ് അല്ലേ. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ദെൻ ആൻ എക്സാമ്പിൾ ഓഫ്
മൈക്രോ ഇക്കണോമിക് വേരിയബിളിന് എക്സാമ്പിൾ ഏതാണ്? ഇൻഡിവിജ്വൽ ഇൻകം ആണ് മൈക്രോ ഇക്കണോമിക് വേരിയബിളിൻ്റെ എക്സാമ്പിൾ. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ഈസ് ആദം സ്മിത്ത് ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ് ചെയ്തത്? 1936 Other things remains the same. When price of a commodity decreases, its demand rises. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ലോ ഓഫ് ഡിമാൻഡിന് അത് പറയുന്നതാണ്, ശ്രദ്ധിക്കുക. ദെൻ ദ ഫേംസ് റവന്യൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് MR = AR ആയിരിക്കും. ദെൻ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്, ഇന്ത്യയിലെ നാഷണൽ ഇൻകം ഏതാണ്? NNP ഫാക്ടർ കോസ്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം എന്ന് അറിയപ്പെടുന്നത്. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഇൻ ഇന്ത്യ ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഈസ്, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തതാണ് ദ സിറ്റുവേഷൻ വെയർ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ മാർക്കറ്റ് സപ്ലൈ. ഏതാണ്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയമാണ് മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ്. അടുത്തത് ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളി മാർക്കറ്റ്. ഏതാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും മൊണോപ്പൊളി മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെൻറ് റവന്യൂ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് റവന്യൂവിനേക്കാൾ കൂടുതലാകുന്ന ബഡ്ജറ്റിന് ഏത് പേരിൽ അറിയപ്പെടും? ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയപ്പെടും. അതായത് ബഡ്ജറ്റിൽ ഡെഫിസിറ്റ് ആയിരിക്കും, എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവുമായിട്ടുള്ള സിറ്റുവേഷൻ. ദെൻ ഇൻ എ 2 sector മോഡൽ AD = C bar plus I bar plus CY. ഹിയർ ഓട്ടോണമസ് കൺസംഷൻ ഇൻഡിക്കേറ്റഡ് ബൈ. ഇവിടെ AD എന്ന് പറയുന്നത് C bar plus I bar plus CY ആണ് 2 sector മോഡലിൽ. അവിടെ ഓട്ടോണമസ് കൺസംഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? C bar ആയിരിക്കും. എന്താണ് ഓട്ടോണമസ് കൺസംഷൻ? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകം ഇല്ലെങ്കിലും കൺസംഷൻ ഉണ്ടായിരിക്കും. ആ കൺസംഷന് ചിലവാക്കുന്ന തുക അതെയാണ് C bar എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2021 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബേസിക് എക്കണോമിക് ഡിസിഷൻ ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആർ ടേക്കൺ ബൈ. ആരാ ടേക്കൺ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലെ ബേസിക് എക്കണോമിക് ഡിസിഷൻ നടത്തുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ഫേം. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോഫിറ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലം റിലേറ്റ് ടു ദ ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഏതാണ്? ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ദെൻ ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ആർ നോൺ ആസ്. അതായത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഏതാണ്? കോംപ്ലിമെൻ്ററി ഗുഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഇക്കണോമിക് സ്റ്റേറ്റ് വെർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആർ ഡൺ ത്രൂ ഡിജിറ്റൽ ഇൻഫോർമേഷൻ. ഇതാണ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്നാണത് അറിയപ്പെടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാർച്ച് മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ദ ഫേമസ് ബുക്ക് ജനറൽ തിയറി എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ JM കെയ്ൻസ്. പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ആർ ഓർഗനൈസ്ഡ് ബൈ ഗവൺമെൻറ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സപ്ലൈ കർവ്. സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആവാനുള്ള കാരണം ഏതാണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. ദെൻ ടോട്ടൽ റവന്യൂ കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ടോട്ടൽ റവന്യൂ കർവ് എങ്ങനെയാണ്? പാരലൽ ടുവേർഡ്സ് എക്സ് ആക്സിസിന് പാരലായിരിക്കും. ദെൻ ഫിനാൻഷ്യൽ ഇയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്നാണ്? 1 April to 31 March ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഓരോ ചോയ്സ് നമുക്ക് വായിക്കാം. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ് മോട്ടീവ്, പ്ലാനിംഗ് മെക്കാനിസം, പ്രൈസ് മെക്കാനിസം. ബാക്കി മൂന്നും ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചറാണ്. പ്ലാനിംഗ് മെക്കാനിസമാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചർ അല്ലാത്തത്. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ?
P1x1 പ്ലസ് P2x2 ഈക്വൽ M. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എൻഷ്യൂഴ്സ് നോർമൽ പ്രോഫിറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നേരത്തെ ആവർത്തിച്ചിട്ടുള്ളതാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വേഷൻ Z ഈക്വൽ C ബാർ പ്ലസ് CY. C ബാർ റെപ്രസെൻറ്റ് ഓട്ടോണമസ് കൺസംഷൻ, നേരത്തെ പറഞ്ഞതാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ റവന്യൂ റെസീപ്റ്റ്സ്. റവന്യൂ റെസീപ്റ്റ്സിൽ വരാത്തത് ഏതാണ്? അപ്പോൾ അതിനകത്തുള്ളതെല്ലാം നമുക്കൊന്ന് നോക്കാം, എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടാക്സ് റവന്യൂ, സെക്കൻഡ് റിക്കവറി ഓഫ് ലോൺസ്, തേർഡ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫ്രം ഫോറിൻ കൺട്രീസ്, ദെൻ ഫോർത്ത് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഗവൺമെൻറ്. ഇതിനകത്ത് റിക്കവറി ഓഫ് ലോൺ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇതും ഇതുപോലെ തന്നെ ഫസ്റ്റ് ട്രേഡ് ഇൻ ഗുഡ്സ്, സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, തേർഡ് ട്രേഡ് ഇൻ സർവീസ്, ഫോർത്ത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2020 ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് സെലിബ്രേറ്റഡ് ബുക്ക് ഓഫ് ജോൺ വയനാഡ് കെയ്ൻസ്, അതായത് JM കെയ്ൻസ്, പബ്ലിഷ്ഡ് ഇൻ 1936 വാസ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. JM കെയ്ൻസിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത് 1936 ആ ബുക്കിൻ്റെ പേരെന്താണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നേരത്തെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അടുത്തത് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, ഗവൺമെൻറ് ഡിസിഷൻ. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിരിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എങ്ങനെയായിരിക്കും? Y ആക്സിസിന് പാരലായിരിക്കും. ഓക്കെ. Other things remain the same if the price of an input equilibrium price increase ആയിരിക്കും. അതർ തിങ്സ് സെയിം ആണ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ പ്രൈസ്, അതായത് റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ദെൻ ഐഡൻറ്റിഫൈ ദ വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ അറ്റ് പോയിന്റ് M ഇൻ ദ ഫോളോയിങ് കർവ്. സപ്ലൈ ഈക്വൽ ടു 1 ആണ്. ആ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ മെയിനായിട്ട് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, അതായത് 2023 മുതൽ 2020 അല്ലെങ്കിൽ 2020 മുതൽ 2023 വരെയുള്ള മോഡൽ എക്സാമിൻ്റെയും എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും കേട്ട് പഠിക്കുക. ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യം എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇനിയും ഈ ചാനലിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിന് പരമാവധി മാർക്ക് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് വീഡിയോ കൃത്യമായിട്ട് കാണുക. ഒപ്പം തന്നെ ഇനി വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും എല്ലാവരും കാണുക. എല്ലാവർക്കും എക്സാമിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.